എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദുവിനെ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അയാൾ ഒരു വടിവാളൊക്കെ എടുക്കുന്നുണ്ട്. ഒരു കത്തിയൊക്കെ എടുത്തിട്ട് നന്ദുവിനെ കുത്താൻ തുടങ്ങുമ്പോൾ കറക്റ്റ് വന്ന ആദർശ് അതിൻ്റെ ഒരു തൊഴി കൊടുക്കും. പിന്നെ അവിടെ കിടന്ന ഒന്നാന്തരം അടിയാണ്. അതിനിടയ്ക്ക് നന്ദുവിൻ്റെ കൈ പുറകെ കെട്ടിയേക്കുന്ന അഴിച്ചു വിടുന്നുണ്ട് ആദർശ്. അത് കഴിഞ്ഞ് നന്ദു തന്നെ കാലയിലെല്ലാം അഴിക്കുന്നു. അത് കഴിഞ്ഞ് അവരെല്ലാം അടിച്ചൊതുക്കി അവിടുന്ന് പോരുന്നതിന് മുമ്പ് നന്ദു നാഗേന്ദ്രൻ ഫോൺ വിളിച്ച് ആ ഗുണ്ടയുടെ ഫോൺ എടുത്തുകൊണ്ടാണ് അവിടുന്ന് പോരുന്നത്. അവിടുന്ന് അവർ പുറത്തിറങ്ങി നിന്നതിന് ശേഷം ആ നമ്പർ നോക്കുന്നു. ആ നമ്പർ ആരുടേതാണ് എന്നറിയാൻ വേണ്ടി നന്ദു സൈബർ സെല്ലിലോട്ടും ആദർശ് സേവ്യറിനെ വിളിച്ച് പറയുന്നുണ്ട്. ഏതായാലും ഇവർ രണ്ടുപേരും പറഞ്ഞതിന് ശേഷമാണ് ആദർശ് പറയുന്നത് സൈബർ സെല്ലിൽ കൊടുക്കണ്ടായിരുന്നു. കാരണം അവിടെയും ഇവരുടെ ആരെങ്കിലും അറിയാവുന്നവരുണ്ടാവും, ചാരന്മാരുണ്ടാവും. അത് വേണ്ടായിരുന്നു, ഞാനത് പറയാൻ മറന്നുപോയെന്ന് ആദർശ് പറയുന്നുണ്ട്. ഏതായാലും കൊടുത്തു കഴിഞ്ഞ് ഒരു 10 മിനിറ്റിന് ശേഷം ആദർശിനെ സേവ്യർ വിളിക്കുന്നു. എന്നിട്ട് ആ ഫോൺ നമ്പർ ഏത് ലൊക്കേഷനിലാണ് എന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ആദർശും നന്ദുവും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പം ആദർശ് നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു വണ്ടിയിലിരിക്കുക, ഞാൻ ഇറങ്ങിച്ചെല്ലാമെന്ന്. അങ്ങനെ ആദർശ് ആ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിക്കുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴും ആരും ഇറങ്ങി വരുന്നില്ല. അത് കഴിഞ്ഞ് തിരിച്ച് വണ്ടി വന്ന് കയറി കഴിയുമ്പം നമ്മൾ ഇങ്ങോട്ട് എത്തും എന്ന് നേരത്തെ അറിഞ്ഞു കാണും. അതുകൊണ്ട് എങ്ങോട്ടേലും മാറിയതായിരിക്കുമെന്ന് അവർ രണ്ടുപേരോട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്ദു പറയുവാണ് ഞാനിന്ന് വീട്ടിലോട്ട് പോകുന്നില്ല, ആദർശേൻ്റെ കൂടെ അങ്ങോട്ട് വരാം, നയനേച്ചിയുടെ അടുത്തിരിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്തിരി മനസ്സമാധാനം കിട്ടും. ഞാനിന്ന് പോലീസ് ക്ലബ്ബിലേക്ക് ഒരാവശ്യത്തിന് ഇറങ്ങിയതായിരുന്നു. എന്നിട്ട് ഇത്രയും താമസിച്ചല്ലോ, അതുകൊണ്ട് അമ്മ ടെൻഷനിലായിരിക്കും, അതുകൊണ്ട് ഇന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയുന്നു. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ടേ നന്ദു പോലീസ് ക്ലബ്ബിലേക്ക് തന്നെയായിരുന്നോ ഇന്ന് പോയത് എന്ന്. അന്നേരം അതേ ആദർശിട്ട് അതെന്താണെന്ന് ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് നന്ദുവിന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമെന്ന് ഞാൻ മുന്നേ അറിഞ്ഞായിരുന്നു. ഞാൻ ആ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ നന്ദുവിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു, ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇത് കഴിഞ്ഞ് ഇവർ നേരെ ആദർശിൻ്റെ വീട്ടിലോട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ ആദർശ് വന്നിറങ്ങുന്ന കൂടെ നന്ദുവിനെ കാണുന്നത് ആകെ ഒരു വെപ്രാളമാണ് നയനയ്ക്ക്. നയന ഓടി വന്നിട്ട് എന്താ മോളെ എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നു. അന്നേരം നന്ദു പറയുന്നുണ്ട് പേടിക്കേണ്ട ചേച്ചി, നേരത്തെ പോലെ ഒരു ചെറിയ ഗുണ്ടാക്രമണമാണ് എന്ന് പറയുന്നു. അന്നേരം നെറ്റിയും മുറിവുണ്ടല്ലോ, അന്നേരം വലിയ മുറിവാണോ, മോൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, ചെറിയ വേദനയുണ്ട്, ആ ഒരു കുഴപ്പമേ ഉള്ളൂ എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഒരു ദിവസം വേണേൽ കിടക്കാം എന്ന് ഞാൻ പറഞ്ഞതാണ്, വേണ്ട എന്ന് നന്ദു തന്നെയാണ് പറഞ്ഞത് എന്ന്. പിന്നെ ആകെ സങ്കടം പറിച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട് ചേച്ചി ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോകുന്നില്ല, അതുകൊണ്ട് ചേച്ചി അമ്മയൊന്ന് വിളിച്ച് പറ, ഞാൻ ഇന്ന് വരികയില്ല, ചേച്ചിയുടെ കൂടെയാണ് എന്ന്. പോലീസ് ക്ലബ്ബിലേക്ക് രാവിലെ പോയതല്ലേ, അമ്മ ആകെ ടെൻഷനിലാവും, ഇനി ചെന്നിട്ടുണ്ടെങ്കിലും ആകെ ബുദ്ധിമുട്ടും വിഷമമായിരിക്കും അമ്മയ്ക്ക്, അതുകൊണ്ട് ഞാൻ നാളെ പൊയ്ക്കോളാം എന്ന് പറയുന്നു. അങ്ങനെ നയന കനകയെ വിളിക്കുക. കനകയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അമ്മേ നന്ദു എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, അവൾ ഇന്ന് അങ്ങോട്ട് വരുന്നില്ല, ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവളെ എൻ്റെ കൂടെ പിടിച്ച് നിർത്തിയെന്ന് പറയും. അന്നേരം അതെന്താ അങ്ങനെ അവൾ അങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പം വെറുതെ ഇങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ, ഇനിയിപ്പം അവൾ അങ്ങോട്ട് വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ, ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കട്ടെ, നാളെ അമ്മയും കൂടി ഇങ്ങോട്ട് പോവാ, എന്നിട്ട് രണ്ടുപേർ കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോകാമെന്ന് പറയും. അന്നേരം കനക ചോദിക്കും അതെന്താ അവൾക്ക് തന്നെ ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ആവശ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അല്ലമ്മേ, അമ്മയും കൂടി വരുവാണെങ്കിൽ എനിക്ക് അമ്മയെ ഒന്ന് കാണാമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയും. അന്നേരം കുഴപ്പമില്ല നോക്കട്ടെ എന്ന് പറയുവാണ് കനക. അത് കഴിഞ്ഞ് ഫോൺ വയ്ക്കുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞും ആകെ സങ്കടമാണ് നയനയ്ക്ക്. നയന പറയുന്നുണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ കണ്ണിച്ചോരി ഇല്ലാത്തവരാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറയാറില്ലേ, ഇതേ അവസ്ഥ തന്നെയാണ് ആദർശേട്ടനും. നമ്മൾ ചെറിയ പണിയൊന്നുമല്ല അവർക്ക് കൊടുത്തേക്കുന്നത്, അവരുടെ ജ്വല്ലറി റെയ്ഡ് ചെയ്യിച്ചു, അതുപോലെ ഡേവിഡിനെ ഇവൾ പിടിച്ചുകൊണ്ട് പോയി ലോക്കപ്പിലാക്കി, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്, അതുകൊണ്ട് അവരെന്തൊക്കെ ചെയ്യും എന്നറിയത്തില്ല, ആദർശേട്ടന് സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്ദുവിനെയും കൊണ്ട് നയനകത്തേക്ക് പോകുന്നു. ആദർശൻ ചെറിയൊരു ടെൻഷനിലാണ്. കുറേ കഴിഞ്ഞ് ആദർശ് ലാപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നന്ദു തിരിച്ചു വരും. എന്നിട്ട് നാഗേന്ദ്രൻ്റെ ഒരു ഫോട്ടോ സൈബർ സെല്ലിൽ നിന്നൊന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് നോക്കുക, നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോയാണെന്ന് പറയുന്നു. ആദർശ് അത് നോക്കുമ്പോഴും ആദർശിനെ അങ്ങ് ഓർമ്മ കിട്ടുന്നില്ല ആരാണ് എന്ന്, എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അന്നേരം നന്ദു പറയുന്നുണ്ട് ആദർശേട്ടന് ഓർമ്മ കിട്ടുന്നില്ല എങ്കിൽ ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, അത് വീട്ടിലോട്ട് അയച്ചു കൊടുക്കുക, അവർക്ക് അറിയാലോ ഇതാരാണെന്ന്, അവർക്ക് ഓർമ്മ കിട്ടിയാലോ, അതുകൊണ്ട് അയച്ചു കൊടുക്കുക എന്ന് പറയുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഞാൻ വരുന്നതിന് മുമ്പ് കമ്പനി നോക്കിക്കൊണ്ടിരുന്ന അച്ഛനും മുത്തച്ഛനും ഒക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പുറത്ത് പോയ ആളാണ് എങ്കിൽ അവർക്കറിയാൻ സാധിക്കും എന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കാൻ തുടങ്ങുവാണേ. അന്നേരം നയന ഇന്ന് വേണോ ആദർശേട്ട നാളെ പോരെ എന്ന്.
അന്നേരം അമ്മയും അച്ഛനും ഒന്നും ഇപ്പോൾ ഉറങ്ങിക്കാണിയില്ല, ഞാൻ അയച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ആദർശ് ഏതായാലും ആ ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട് ജയന്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇത് ആദർശേട്ടന് ഓർമ്മയില്ലാത്ത ആളാണെങ്കിൽ പോലും നമ്മുടെ കുടുംബമായിട്ട് ബന്ധമുള്ള ഒരാളാകാനാണ് സാധ്യത. അവർക്ക് ഓർമ്മ കാണും. എന്തായാലും ഒരു കറ തീർന്ന ക്രിമിനലാണ് ഇയാൾ. അതുകൊണ്ടാണ് ഡേവിഡിനെ മുൻനിർത്തി അയാൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ജയൻ ആ ഫോട്ടോ നോക്കി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതാണ്. അന്നേരം റൂമിലേക്ക് ദേവയാനി വരും. അന്നേരം ദേവയാനിയോട് ചോദിക്കും, ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് നിനക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന്. അന്നേരം ദേവയാനി, എനിക്ക് ഒരു ഓർമ്മ കിട്ടുന്നുണ്ട്, എവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ട്, ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ, അതെങ്ങനെ ഇത്ര പെട്ടെന്ന് നീ മറന്നുപോയത്, ഇത് നാഗേന്ദ്രനല്ലേ, നിനക്കിത് കണ്ടാൽ മനസ്സിലാകുന്നില്ലേ ചോദിക്കുമ്പോൾ, അയ്യോ ഇത് നാഗേന്ദ്രനാണല്ലോ, ഇതെവിടെ നിന്ന് ഇപ്പോൾ കിട്ടിയത് എന്ന് ചോദിക്കും. അന്നേരം ജയൻ പറയുന്നുണ്ട്, എനിക്കിത് ആദർശ് അയച്ചു തന്നതാണ്. അവൻ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മുടെ കുടുംബം തകർക്കാൻ ഒരു ശത്രു ഉണ്ട് എന്ന്. അത് ഇവനാണോ എന്നറിയത്തില്ല. അവൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് അച്ഛൻ അവനെ ഇവിടുന്ന് അടിച്ചിറക്കി വിടുമായിരുന്നു. അതിൻ്റെ പ്രതികാരമാണോ അവൻ വീട്ടുന്നത് എന്നറിയില്ല. ഒരിക്കൽ ഇവിടുന്ന് പോയതിന് ശേഷം അവൻ വിളിച്ചായിരുന്നു എന്നെ, എന്നെങ്കിലും തിരിച്ചു വരും, അന്ന് ഞാൻ കണക്ക് തീർക്കും എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് അങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. കാരണം ഈ ഞാഞ്ഞൂല് നമ്മളെ എന്ത് ചെയ്യാനാണ് എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇതിപ്പം തിരിച്ചു വന്ന് അവൻ പ്രതികാരം വീട്ടുവാണോ എന്നറിയത്തില്ല എന്നൊക്കെ ജയൻ പറയുന്നു. അതിന് ശേഷം ഈ ഫോട്ടോ മുത്തശ്ശനെ ഒന്ന് കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ ജയൻ. ഇതിനിടയ്ക്ക് അനിയെ കാണിക്കുന്നുണ്ട്. നന്ദുവിനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ആകെ ടെൻഷൻ അനിക്ക്. അനി പിന്നെയും വിളിക്കുവാണ്. ഈ സമയം നയനയുടെ കൂടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ് നന്ദുവിന് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഫോൺ ബെല്ലടിക്കുമ്പം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അനിയാണ് എന്ന് കാണുന്നത് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അനങ്ങാതെ കിടക്കുക. നയന കണ്ടുകൊണ്ട് പിന്നെ തീർന്നല്ലോ. അന്നേരം ഈ ഫോൺ എടുക്കാത്തത് കൊണ്ട് എനിക്കാകെ വിഷമാവും. ഇതെന്താ പോലും അവൾ എടുക്കാത്തത്, ഇനിയിപ്പം അവളുടെ കൂടെ അമ്മയുണ്ടോ, ഇനി കള്ളം പറഞ്ഞ് എൻ്റെ കൂടെ വന്നതെന്ന് അവർ കണ്ടുപിടിച്ചോ, അതുകൊണ്ടായിരിക്കുമോ എന്നൊക്കെ 100 ചിന്തയാണ് അനിയുടെ മനസ്സിലൂടെ. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസമാണ്. രാവിലെ ജയൻ ഈ ഫോട്ടോ കൊണ്ട് മുത്തശ്ശനെ കാണിക്കും. അന്നേരം ഇവൻ്റെ ഫോട്ടോ എന്തിനാണ് എന്നെ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ജയൻ പറയുന്നുണ്ട്, ഇത് ഇന്നലെ ആദർശ് അയച്ചു തന്നതാണ് എന്ന്. അവൻ എന്തിന് ഇവൻ്റെ പുറകെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ നമ്മളുടെ ശത്രു ആരാണ് എന്ന് അന്വേഷിക്കാനാണല്ലോ അവൻ ഇവിടുന്ന് പുറത്തു പോയത്. അങ്ങനെ കണ്ടെത്തിയത് ഇവനെയാണോ എന്ന് അറിയത്തില്ല. മിക്കവാറും ഇവനായിരിക്കും നമ്മുടെ കുടുംബത്തിനെതിരെ ഓരോന്ന് ചെയ്ത് വെക്കുന്നത് എന്നൊക്കെ ജയൻ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവൻ്റെ പേര് കേൾക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. അവൻ ആ ഒരു രീതിയിലാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഇവനാണ് നമ്മുടെ കുടുംബത്തിനെതിരെ നിൽക്കുന്നത് എങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നു. അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട്, ഇനി അച്ഛനും ആദർശം തമ്മിലുള്ള ആ പിണക്കം മാറുമോ, നിങ്ങൾക്കിടയിലെ മഞ്ഞ് ഉരുകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ ചോദിക്കും, അതെന്തിനാ എന്ന്. അന്നേരം ജയൻ, അല്ല നമ്മുടെ ശത്രുവിനെ കണ്ടുപിടിക്കണം എന്നതായിരുന്നല്ലോ അച്ഛൻ്റെ ഒരു ആവശ്യം. അത് ഇവനാണ് എങ്കിൽ ഇനി നിങ്ങൾ തമ്മിലുള്ള പിണക്കം മറക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുവാണ്, അവൻ ഒരു ഫോട്ടോ അയച്ചു തന്നാൽ അന്നേരം ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇപ്പം കമ്പനി മുന്നോട്ട് നയിക്കുന്നത് അനിയാണ്. അവനാണ് കമ്പനിയെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റിയത്. അതുകൊണ്ട് അനിക്കാണ് ആ ക്രെഡിറ്റ് ഒക്കെ കൊടുക്കേണ്ടത്, അല്ലാതെ ആദർശിനല്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇത്തിരി വിഷമമാവുന്നുണ്ട് ജയന്. എന്നാലും ആയിക്കോട്ടെ അച്ഛാ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് പോകുന്നു ജയൻ. എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കുന്ന മുത്തശ്ശനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.